ഇപ്പം ആകുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടു ആണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് എഡ്യൂക്കേഷനും ആൻഡ് ബിസിനസ് ആസ്പെക്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കാരണം നെക്സ്റ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പറയാം. ഇത് ഭയങ്കര ഒരു കണ്ണായിട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കും. ഞാനിവിടെ തള്ളാൻ തന്നെ മിസ് ചെയ്ത് കാട്ടുമ്പോൾ ക്രിറ്റിസൈസ് ചെയ്യും. അതിൽ തന്നിട്ട് ഞാനൊരു എന്താ പറയുക അത്യാവശ്യം പഠിക്കാൻ ദൈവം അനുഗ്രഹിച്ച് മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിലെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം തന്നെ മാർക്ക് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് A+ ബേസ് ചെയ്തിട്ടല്ല. കാരണം +1 ആണല്ലോ. +1 A+ അങ്ങനെയില്ല, ഒരു ടോട്ടൽ ഇത്ര വെച്ചിട്ടാണ്. എല്ലാത്തിനും തന്നെ ഡബിൾ പാസ് എന്ന രീതിക്ക് ഉണ്ടായിരുന്നു. ഇത് കേട്ടിരുന്ന മിസ്സിനാണ്. കാരണം ഞങ്ങളെടുത്ത് എപ്പോഴും പറയുന്നത് ഡബിൾ പാസ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ. പക്ഷേ എല്ലാത്തിനും തന്നെ 48 വരുന്നില്ല, എല്ലാ സബ്ജക്റ്റിനും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വലിയ സ്ട്രഗിളിലേക്ക് ഇല്ലാത്ത പഠിച്ചിറങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് ഞാൻ എല്ലാ ദിവസവും പോകാറില്ല. അതായത് എന്ന് വെച്ചാൽ അത് വേർത്തുകൊണ്ടല്ല, ഒരു ഇത്ര അറ്റൻഡൻസ് ഷോർട്ടേജ് നമുക്കുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു 85 കണ്ടോ, 85 75 കണ്ടാണ്. ഞാൻ അതിനിടയ്ക്ക് കറക്റ്റ് ഗ്യാപ്പ് എടുത്ത് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരു മാസം ആവശ്യം ചെയ്യാനുണ്ടോ, ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഫിലിമിന് വേണ്ടി ഉണ്ടോ, അതിനൊരു പർട്ടിക്കുലർ ടൈം ടേബിൾ തയ്യാറായി. അതായത് ചിലപ്പോൾ വീക്കെൻഡ്സിലായിരിക്കും. വീക്കെൻഡ്സിലാണെങ്കിൽ 3 ദിവസം പോകും, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നോക്കി തേഴ്സ്ഡേ അങ്ങനെ അത് കണ്ടിന്യൂസ് ചാർട്ട് ചെയ്യും. ഇതിന് കൂടെ എന്തെങ്കിലും പബ്ലിക് ഫോർഡിനേയും ആണ്. ഇതൊരു ചാർട്ടിൽ പോയാൽ ഇതിനകത്ത് തന്നെ കാര്യങ്ങൾ നടത്തും. പിന്നെ തിരിച്ച് ക്ലാസ്സിൽ പോകുമ്പോൾ ഏകദേശം പഴയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇരുന്ന് ഫുള്ള് കേട്ടാൽ പഴയതൊക്കെ ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റും. അതിൽ നിന്ന് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ലാംഗ്വേജ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മൾ ചാപ്റ്റർ ബേസ് ചെയ്ത് വേണം. കൂടുതൽ നമ്മൾ കൈ നിട്ടാണല്ലോ എഴുതാതെ. എന്ന് വെച്ചാൽ മൊത്തം കൈ നിന്നത് തന്നെ എഴുതും. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൈ നിട്ടെഴുതുമ്പോൾ അതിൻ്റേതായ മാർക്കുകൾ വേണം സ്കോർ ചെയ്യാൻ. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം സോധാനം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട സപ്പോർട്ടാണ് ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ എങ്ങനെയാണ് ആരംഭിൻ്റെ എല്ലാവരും സപ്പോർട്ട്? ഞാൻ എപ്പോഴും ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ പേരൻസ് ഓൾവേസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലി ഞാനൊന്നും മേടിക്കാൻ നിൽക്കില്ല. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു 10th തൊട്ടുണ്ടായിരുന്നതിനായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഗോഡ്വിൻ, ജയ്ബോൾ, സ്മൃതി എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെപ്പോഴും സപ്പോർട്ടിങ് ആണ്, ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഇപ്പോൾ വരാഖി എന്ന് പറഞ്ഞ പോസ്റ്റർ ഇറങ്ങുന്നതിന് മുമ്പേ ഇപ്പോൾ നമ്മുടെ മനോഹര സിനിമയ്ക്കകത്ത് അവൻ പറയുന്നൊരു ഡയലോഗില്ലേ, അതായത് വിനീത് ശ്രീനിവാസ് സാറ് പറയുന്നൊരു ഡയലോഗുണ്ട്, എന്നെ ആവശ്യമില്ലാത്ത മോട്ടിവേഷനുകൾ തന്നിൻ്റെ കുഴി ചടിക്കുന്നത്. അതേ അവസ്ഥ എനിക്ക്. ഞാൻ എന്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാലും ഇപ്പോൾ ചുമ്മാ പോയി ഞാൻ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോഴും റെയിൽവേ സ്റ്റേഷൻ ഗവൺമെന്റിന് മാത്രമുള്ളതാ. അവിടെ ഞാൻ പോയി തുടങ്ങുന്നത് നീ പൊളിച്ച് ആ ലെവൽ ഓഫ് ഫ്ലൈറ്റ് കൂട്ടുകാരാണ് എനിക്ക് എല്ലാവരും. അതെ കേട്ടോ, പേരെടുത്ത് എൻ്റെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ്. ഞാൻ ഭയങ്കര ഓവർ ആക്റ്റീവ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ക്ലാസ്സിൽ. എനിക്ക് കാരണം ഞാൻ എപ്പോഴും സേഫ് സോൺ ആയിട്ടിരിക്കുന്നത് എവിടെയാണ് അവിടെ ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര ചില്ലായിട്ട് വൈബാണ്. അപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരും ഇതുപോലെയാണ്. അത് ഞാൻ ഭയങ്കര ഒരു കാര്യം ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാൽ അവരെല്ലാം അത് ഏറ്റുപിടിച്ചോളൂ. അത് ഭയങ്കര എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ്. കാരണം ആദ്യമൊക്കെ ഇന്ന് വരെയാണ്. അത് ഞാൻ SN ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ 7th വരെ പഠിച്ചത്. അന്ന് തൊട്ട് ഈ നിമിഷം വരെ എനിക്കുള്ള ഫ്രണ്ട്സ് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പം ഏജിനെക്കാളും മെച്ചൂരിറ്റി ഞാൻ കാണിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഡൗട്ട് തോന്നിയിട്ട്? തോന്നിയിട്ടില്ല. നമ്മളുടെ ഒരു ഇതിൻ്റെ ആവശ്യം എന്താണോ നമ്മൾ അതിനെ ആയിരിക്കുന്നത്. കാരണം നമ്മളൊരു ബിസിനസ് നടക്കുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് ചുമ്മാ അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് നടന്നിട്ടോ കാര്യമില്ല. ഇപ്പോൾ ആരും സംസാരിക്കുന്ന രീതി കണ്ടാലും നമുക്ക് ഭയങ്കര മെച്ചൂരിറ്റി അല്ലെങ്കിൽ എല്ലാ അറിയുന്ന ആൾക്കാർ സംസാരിക്കുന്ന രീതി നമുക്കൊരിക്കലും ഇത്ര കൊച്ചിങ്ങനെയൊക്കെ സംസാരിക്കുക അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാതെന്ന് ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഇത്തരത്തിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ എല്ലാ കാര്യം തോന്നിച്ച് പറയുമ്പോൾ അതിന് ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ പറയുന്നേ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ. കഴിഞ്ഞ ദിവസം എൻ്റെ എക്കണോമിക്സ് ക്ലാസ്സിന് എൻ്റെ മിസ് ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ആരോപിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വേറൊന്നുമല്ല. അവരെന്തെങ്കിലും ശത്രുത ആർക്കെങ്കിലും അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയും. എന്നാലും അവരെപ്പോഴും ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് ആരും ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇതുവരെ തിരിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അത് മിസ് എപ്പോഴും വന്ന് ക്ലാസ്സിൽ പറയും. അതെനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പി തോന്നി. കാരണം എപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഞാൻ എന്ത് കേട്ടാലും ഞാൻ ആരുടെ അടുത്ത് തിരിച്ച് പറയാൻ പോകാറില്ല. ഞാനല്ല എന്തോ ഞാൻ എൻ്റെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നതാണ്. അല്ലാണ്ട് എനിക്ക് പുറമെ അല്ല. ഈ നമുക്ക് എല്ലാവർക്കും ഉണ്ട് സങ്കടങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. അവർക്ക് സങ്കടങ്ങളുണ്ട്, ദേഷ്യമുണ്ട്, അരിശമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പേരൻസിനൊക്കെ ഉണ്ട്. മനുഷ്യനാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാ ആശ്രയിച്ചിരിക്കും.
ഇപ്പം നമുക്ക് ലൈഫിൽ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ട്രാജിക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ തന്നെ തിങ്ക് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് ഒരുപാടൊക്കെ എന്താ പറയുക ഡെപ്തിനെ പോകത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതൊന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് ക്രിയേറ്റീവില് അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് വെച്ചാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടർപ്രണർഷിപ്പോ അല്ലെങ്കിൽ നല്ല കഥകൾ എഴുതുക അല്ലെങ്കിൽ നല്ലൊരു ഫിലിമിന് വേണ്ടി അപ്രോച്ച്, എനിക്കിതാണ് എൻ്റെ ഹാപ്പിനെസ്. നമ്മളുടെ ഹാപ്പിനെസ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ എപ്പോഴും ഉള്ള ചുറ്റുപാടും അതുപോലെ പല കാര്യങ്ങളും. ഞാൻ ഈ ഒരു സമയത്ത് എനിക്ക് എപ്പോഴും വരുന്നൊരു ഡയലോഗുണ്ട്, അത് നമ്മളൊരിക്കലും ചുറ്റുപാടുകൾ കഠിനപ്പെട്ടവരായിരിക്കരുത്. നമ്മളെപ്പോഴും നമ്മളുടെ മുന്നിലേക്കുള്ള ഗോൾ എയിം ചെയ്ത് പോകണം. ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിശ്രമിക്കാൻ അവസരം കൊടുക്കരുത്. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അൻറ്റിൽ ഡെയിലി നമുക്ക് തീർച്ചയായും സക്സസ് ആകും. അല്ലാണ്ട് അതെവിടെയും പോകത്തില്ല, നമ്മളെ വിട്ട് എങ്ങും പോകത്തില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം.